Hi guys, welcome back to the video. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ടുള്ളത് എന്നോട് ഒരുപാട് പേര് ചോദിച്ചതാണ് എങ്ങനെയാണ് നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാമെന്ന്. അതായത് ഞാൻ മുന്നേ ഇട്ടിരുന്ന പല വീഡിയോകൾക്കും ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്തിട്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് പല വീഡിയോകൾക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. ഇതെങ്ങനെയാണ് ഞാൻ വെച്ചത് എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഏതൊരാൾക്കും ഈസി ആയിക്കൊണ്ട് തന്നെ നിങ്ങളുടെ ഫോണിലുള്ള കൈൻമാസ്റ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ സഹായത്തോട് കൂടി ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ സാധാരണ ഇത് ചെയ്യൽ ഫിൽമോറ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ്. അത് ലാപ്ടോപ്പിലാണ് ഞാൻ ചെയ്യാറുള്ളത്. പക്ഷേ എല്ലാവരുടെ അടുത്ത് ലാപ്ടോപ്പ് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഞാൻ വളരെ ഈസി ആയിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കൈൻമാസ്റ്ററിൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്ത് വെക്കാൻ കഴിയുന്ന ഒരു കിഡൻ ട്രിക്കാണ് ഇന്നത്തെ ഒരു വീഡിയോ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് അല്ല ഇവിടെ ഉള്ളത് എന്ന് പറയുന്നത് ഈ കാണുന്ന പച്ച തുണിയാണ് ഇവിടെ വിരിച്ചിട്ടുള്ളത്. ഈ ഒരു പച്ച തുണിൻ്റെ സഹായത്തോടു കൂടി അത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ആക്കി മാറ്റുന്നതാണ്. അത് വളരെ ഈസി ആയിട്ട് കൂടെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് ആദ്യം തന്നെ വേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് ഇതേപോലെയുള്ളൊരു പച്ച തുണി വേണം. ഇങ്ങനെ ഒരു പച്ച തുണി ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് നിങ്ങൾ സാധാരണ കോട്ടൻ്റെ തുണിയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ പച്ച തുണി ഉണ്ടെങ്കിൽ അതെടുത്താണ് വെച്ചാൽ മതി. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ മറിയണം. അതായത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഫുള്ളായിട്ട് മറിയുന്ന രീതിയിൽ വേണം ആ ഒരു തുണി വെക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കടയിൽ പോയിട്ട് കോട്ടൻ്റെ തുണി തന്നെ മാക്സിമം വാങ്ങാൻ നോക്കുക. മറ്റേതിനെക്കാട്ടി നല്ല കോട്ടൻ്റെ തുണിയായിരിക്കും. അപ്പോൾ കോട്ടൻ്റെ തുണി നിങ്ങൾ വാങ്ങിയതിന് ശേഷം ഇതുപോലെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ വെക്കുക. എന്നൊക്കെ നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്ത് വെക്കുക, അതല്ലെങ്കിൽ കയറിൽ തൂക്കിയിട്ട് ഇങ്ങനെ വെക്കണം, അങ്ങനെ വെക്കുക. ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ബാക്ക്ഗ്രൗണ്ട് ചെയ്യുക. കംപ്ലീറ്റ് ഇതേപോലെ തന്നെ നിങ്ങൾ വെക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം പിന്നീട് നമുക്ക് രണ്ടാമതായിട്ട് വേണ്ടതെന്ന് പറയുന്നത് അത് നല്ല രീതിയിൽ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പഠിക്കണം. അതായത് ഷൂട്ട് ചെയ്യുമ്പോൾ ഒറ്റ മിസ്റ്റേക്ക് പോലും വരാൻ പാടില്ല. കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഗ്രീൻ സ്ക്രീനും കംപ്ലീറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ പെടണം. അല്ലാതെ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ മറ്റു ഭാഗം ഇപ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ കുറച്ച് ഭാഗം വൈറ്റ് ആണുള്ളത്. ഒരിക്കലും ആ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് പെടാതെ കംപ്ലീറ്റ് നിങ്ങൾ നിൽക്കുന്ന സ്ഥലം കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഗ്രീൻ സ്ക്രീനിൻ്റെ ഉള്ളിൽ വരണം. എങ്കിൽ മാത്രമേ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ഗ്രീൻ സ്ക്രീനിൽ വല്ല രീതിയിൽ ചെറിയ ചുളിവൊന്നും കുഴപ്പമില്ല. നല്ല രീതിയിലുള്ള ചുളിവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് അയൺ ചെയ്ത് വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്ത സമയത്ത് എന്തെങ്കിലും കളർ കറക്ഷനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ തന്നെ വീഡിയോ എടുക്കാൻ നോക്കുക. ഒരിക്കലും മറ്റ് ബാക്ക്ഗ്രൗണ്ട് പെടരുത്. കംപ്ലീറ്റ് ആയിട്ട് ഗ്രീൻ സ്ക്രീനിൽ നിങ്ങളെ മാത്രം പെടാൻ പാടുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കുക. അതായത് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു തുണിയുടെ ഭാഗമല്ലാതെ വേറെ ഒറ്റ ഭാഗം പെടാൻ പാടില്ല. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ സാധാ പച്ച കളറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുണിയൊന്നും വേണ്ട. ചില വീടുകൾ പച്ച പെയിന്റ് അടിച്ച വീടുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ജസ്റ്റ് നിങ്ങളുടെ വീടിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ വന്ന് നിന്നാൽ മതി. നിങ്ങൾക്ക് വേറെ തുണി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് നമ്മുടെ കൈൻമാസ്റ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് സാധാരണ പ്ലേ സ്റ്റോറിൽ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. പ്ലേ സ്റ്റോറിൽ ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് വാട്ടർമാർക്ക് ഉണ്ടാകും എന്നൊരു പ്രശ്നമേ ഉള്ളൂ. അതായത് കൈൻമാസ്റ്റർ എന്ന് മേലെ ഇങ്ങനെ എഴുതി കാണിക്കും. ആ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നല്ലാതെ മറ്റേ ഏതെങ്കിലുമൊക്കെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്താൽ ഒരു പക്ഷേ ഹാങ്ങും അതുപോലെ തന്നെ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ പ്രോബ്ലം ഉണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല വെബ്സൈറ്റിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വാട്ടർമാർക്ക് ഇല്ലാത്ത മോഡ് ഹാപ്പിക്കുക, കൈൻമാസ്റ്റർ മോഡ് ഹാപ്പിക്കുക സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. വാട്ടർമാർക്ക് ചെയ്യാത്ത കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ വാട്ടർമാർക്ക് ചെയ്യാത്താണെങ്കിൽ നിങ്ങൾ ആദ്യം വെബ്സൈറ്റിൽ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. അതല്ലാതെ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ല പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ചെറിയൊരു വാട്ടർമാർക്ക് ഉണ്ടെന്നുള്ളൂ. അതാണെങ്കിൽ നിങ്ങൾക്ക് പൈസ കൊടുത്തിട്ട് ഒഴിവാക്കാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കൈൻമാസ്റ്ററിൻ്റെ വേർഷൻ വേണം ഡൗൺലോഡ് ചെയ്യാൻ. എല്ലാത്തിലും നമുക്ക് ഇത് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ കൈൻമാസ്റ്റർ നിങ്ങൾ ആദ്യം ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തെന്ന് ഉറപ്പേ. അതിനുശേഷം നമുക്ക് നേരെ എഡിറ്റിംഗ് എങ്ങനെ നോക്കാം. അപ്പോൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ കൈൻമാസ്റ്റർ ഓപ്പൺ ആക്കിയതിനു ശേഷം ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാൻ സാധിക്കും. ആ ഒരു പ്ലസ് ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആദ്യം ഇവിടെ റേഷ്യോ സെലക്ട് ചെയ്യാനുണ്ടാവും. നിങ്ങൾ യൂട്യൂബിലോട്ടാണ് വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ 16:9 കാണാൻ സാധിക്കും. IGTV ആണെങ്കിൽ 19:16, അതേപോലെ 1:1 ഇൻസ്റ്റാഗ്രാം, ഇങ്ങനെ ഓരോന്നിനുണ്ട്. ഞാനിപ്പോൾ ഇവിടെ യൂട്യൂബ് ആയതുകൊണ്ട് യൂട്യൂബിനാണ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾ ഏതിനാണോ അതിനനുസരിച്ചിട്ടുള്ള റേഷ്യോ സെലക്ട് ചെയ്യുക. ഇത്രയും ചെയ്തതിനു ശേഷം നമുക്ക് ഇവിടെ ആദ്യം തന്നെ ആഡ് ചെയ്യേണ്ടത് ബാക്ക്ഗ്രൗണ്ട് ആണ്. ഒരിക്കലും നിങ്ങൾ ആദ്യം തന്നെ വീഡിയോ ആഡ് ചെയ്യരുത്. ആദ്യം നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് വേണം ആഡ് ചെയ്യാൻ. അവിടെ എനിക്ക് കണ്ടൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ ജസ്റ്റ് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ എടുത്തിട്ട് ജസ്റ്റ് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു സ്ക്രീനിന് കംപ്ലീറ്റ് ഫുള്ളായിട്ട് ഫിറ്റ് ആയിട്ടുള്ള റെസൊല്യൂഷൻ കിട്ടിയിട്ടില്ല. അതായത് ഇപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ടും കുറച്ച് ഭാഗം ബ്ലാക്ക് കളറായി വന്നിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊന്ന് ഒരു ഫിറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടത് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ രണ്ടാമതായി കാണുന്ന പാൻ ആൻഡ് സൂം എന്നത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ഈക്വൽ ബട്ടൺ ഇവിടെ കാണാൻ സാധിക്കും. ആ ഈക്വൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് സൂം ചെയ്യാൻ പറ്റും. വളരെ ഈസിയാണ്. പറഞ്ഞാൽ മനസ്സിലായിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്ക് എടുക്കുക. നമ്മളെ ലെങ്ത് കൂടി കൊണ്ട് കുറച്ച് വേഗതയിൽ പറയണം, അതുകൊണ്ടാണ്. അപ്പോൾ അത്ര ചെയ്താൽ മതി, നിങ്ങൾക്ക് കറക്റ്റ് ഫിറ്റിന് കിട്ടുന്നതാണ്. ഇപ്പോൾ കറക്റ്റ് ആ ഒരു റെസൊല്യൂഷൻ അനുസരിച്ച് ഫിറ്റ് ആയിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട്. അതിനുശേഷം ഇവിടെ ലെയർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് മേഡിയ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഒരിക്കലും ഈ മേഡിയ ക്ലിക്ക് ചെയ്ത് ലെയറിലുള്ള മേഡിയ വേണം നിങ്ങൾ ക്ലിക്ക് ചെയ്യാനെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് വീഡിയോ എടുക്കാൻ സാധിക്കുള്ളൂ. എന്നിട്ട് നിങ്ങൾക്ക് ഏത് വീഡിയോ ആണോ വേണ്ടത് ആ ഒരു വീഡിയോ ഇവിടെ കൊടുന്നു വെക്കുക. കൊടുന്നു വെച്ചതിന് ശേഷം നിങ്ങൾ ഇവിടെ അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യണം. കൊടുന്നു വന്നതിന് ശേഷം ആ ഒരു വീഡിയോയിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആദ്യം ക്രോപ്പ് ചെയ്ത് ഒഴിവാക്കേണ്ട ഭാഗമൊന്ന് ജസ്റ്റ് ക്രോപ്പ് ചെയ്ത്
ഒഴിവാക്കാവുന്നതാണ്. അതായത് ഈ കത്രികയുടെ ബട്ടൺ കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടാത്ത ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ടും ട്രിമൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഒഴിവാക്കുക. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഭാഗം ഒഴിവാക്കിയിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു വീഡിയോ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ കുറച്ച് താഴോട്ടായിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്തതിനു ശേഷം നിങ്ങൾ വീണ്ടും അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് ഒരാളുടെ ചിഹ്നം കാണാൻ സാധിക്കും. ഈ കാണുന്ന ആളുടെ ചിഹ്നത്തിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ക്രോമാക്കി എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. റെഡ് കാണുന്ന അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഈ ക്രോമാക്കി ഒന്ന് എനേബിൾ ചെയ്യാൻ ചോദിക്കും. അതിൽ നിങ്ങൾ ജസ്റ്റ് എനേബിൾ എന്ന് കൊടുത്തതിന് ശേഷം ഇവിടെ വേണം നമുക്കിനി കൺട്രോൾ ചെയ്യാനും. ഇവിടെ 2 ബട്ടൺ ഉണ്ട്, വോളിയം കൂട്ടാനും കുറക്കുന്ന പോലെ 2 ബട്ടൺ ഉണ്ട്. ഇത് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടും മേലുള്ള ബട്ടണും താഴെയുള്ള ബട്ടണും അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു ഫിറ്റ് കിട്ടുന്നതാണ്. അതേവരെ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. കുറച്ച് മണിയാണ് ഈ ഒരു ഭാഗം ചെയ്യാൻ. എങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ 2 ഭാഗവും നിങ്ങൾ അതിനനുസരിച്ച് ചെയ്യുക. പിന്നെ അതേപോലെ കർവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഈ ഒരു ലൈൻ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി, നിങ്ങൾക്ക് കർവ് കിട്ടുന്നതാണ്. കർവ് എന്ന് പറഞ്ഞാൽ അത് ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ കുറച്ച് കർവാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഫസ്റ്റ് കാണുന്നത് കുറച്ച് അങ്ങോട്ടേക്കും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾ വലിയ പേടിക്കൊന്നും മാടാ, കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ട് ഇങ്ങനെ കളിച്ചാൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ അതേപോലെ താഴെ കാണുന്നതും മുകളിൽ കാണുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കണക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. കുറച്ചൊക്കെ കൃത്യമായിട്ടുള്ള കണക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. കുറച്ചേരം അഡ്ജസ്റ്റ് ചെയ്യാണ്ടാവും. അതായത് നിങ്ങൾ ആദ്യം ചെയ്യുമ്പോൾ കുറച്ച് പണി ഉണ്ടാവുകയുള്ളൂ. പിന്നെ അതൊന്ന് സൂം ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് എത്രയാണ് സൂം ചെയ്യേണ്ടത് അത്രയും ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്ര പണ്ടോ പിന്നെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള കണക്ക് കിട്ടും. പിന്നെ ആ ഒരു കണക്കിൽ വെച്ചാൽ മതി, എത്ര പെർസെൻറ്റേജ് ആണ് കറക്റ്റ് കണക്ക് കിട്ടുക, പിന്നെ അത് വെച്ചാൽ മതി. അപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ ഇതേപോലെ കുറച്ച് ചെറിയ പണി നിങ്ങൾക്ക് കിട്ടും. അതൊക്കെ നിങ്ങൾ സഹിക്കണം. കുറച്ച് പണിയുള്ള പരിപാടിയാണ് ഈ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത്. അതേപോലെ നിങ്ങൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടോ അറിയാൻ വേണ്ടിയിട്ട് ഷാഡോ മോഡ് ഓൺ ആക്കിയാൽ മതി. അപ്പോൾ കറക്റ്റായി വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചേഞ്ച് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറുതായിട്ട് മറ്റൊരു ബ്ലർ ഇങ്ങനെ വരുന്നുണ്ട്. ബ്ലറല്ല, ഒരു സ്ക്രാച്ച് പോലെ ചെറുതായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അതായത് ഇങ്ങനെ മിന്നി കളിക്കുന്നു, ചെറുതായിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കണം. അതേപോലെ നിങ്ങൾക്ക് എത്രത്തോളം ബാക്ക്ഗ്രൗണ്ട് നീട്ടി വേണം അതിനനുസരിച്ചിട്ട് ഇങ്ങനെ നീട്ടി കൊടുക്കാനും സാധിക്കും. നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ മുഖത്തൊക്കെ ചെറുതായിട്ടൊരു എന്താ പറയുക മിന്നി കളിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി പെർഫെക്ഷൻ കിട്ടാനുണ്ട്. അതേമാതിരി സൈഡിലൊക്കെ ഒരു പച്ച കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നും പാടി നമ്മൾ എന്ത് ചെയ്യുക, ക്രോമാക്കിയിൽ ഓപ്ഷനിൽ പോയിട്ട് വീണ്ടും ഒന്നും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ഒന്നും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഏതാണ്ട് നിങ്ങൾക്ക് ഒരു കണക്ക് കിട്ടും. അതൊരു കണക്ക് കിട്ടുന്ന വരെ നിങ്ങൾ ഇത്ര റിസ്ക് എടുത്താൽ മതി. പിന്നെ എന്നും ആ ഒരു കണക്ക് കൊടുത്താൽ മതി, കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു കണക്ക് ഇപ്പോൾ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വളരെ പെർഫെക്ഷനോട് കൂടിയിട്ട് ആ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ ആ ഒരു ഗ്രീൻ്റെ ആ ഒരു വൈറ്റും ഗ്രീനൊന്നും ഇപ്പോൾ കാണുന്നില്ല. കറക്റ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു പെർഫെക്ഷനോട് കൂടി ഒറിജിനലായിട്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്ത പോലെ ഉണ്ട്. പിന്നെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ സ്നാപ്സീഡിൽ എഡിറ്റ് ചെയ്ത് ബ്ലറാക്കി വെച്ചതാണ്, അല്ലാതെ ഇത് ബ്ലറാക്കിയതല്ല. നിങ്ങൾ ഇതേപോലെ എടുക്കുന്ന ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ബ്ലറാക്കി വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഭംഗി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കോപ്പിറൈറ്റ് ഇല്ലാത്ത ഫോട്ടോസ് വേണം എടുക്കാൻ. യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കോപ്പിറൈറ്റ് ഉള്ള ഫോട്ടോസ് എടുത്താൽ നിങ്ങൾക്ക് പണി കിട്ടും. അപ്പോൾ കോപ്പിറൈറ്റ് ഇല്ലാത്ത ഫോട്ടോസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്ന വീഡിയോ വേണമെങ്കിൽ ഞാൻ ചെയ്യേണ്ടത്. അതേപോലെ നിങ്ങൾക്ക് എത്രത്തോളം ബാക്ക്ഗ്രൗണ്ട് നീട്ടണം അതിനൊക്കെ ഇതിനനുസരിച്ച് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ നീട്ടി കൊടുത്താൽ മതി, നിങ്ങൾക്ക് അറിയുന്നത് തന്നെ ആവും. അപ്പോൾ ഒരു വീഡിയോയുടെ ലെങ്ത്തിനനുസരിച്ചിട്ട് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മൂവ് ചെയ്ത് കൊടുത്താൽ മതി. വളരെ ഈസി ആയിക്കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ പറഞ്ഞ പോലെ നിങ്ങൾ ആദ്യം ചെയ്യുമ്പോൾ കുറച്ചൊക്കെ പണി ഉണ്ടാവും, കറക്റ്റ് ആയിട്ടുള്ളൊരു കണക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എത്ര പെർസെൻറ്റേജ് ആണ് 2 ഭാഗത്ത് വെക്കേണ്ടത് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ആ ഒരു കണക്ക് കിട്ടിയാൽ പിന്നെ നിങ്ങൾക്ക് ഈസി ആയിക്കൊണ്ട് തന്നെ ചെയ്യാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയാണ് നമ്മുടെ വീഡിയോ. അതേപോലെ ഞാൻ പറഞ്ഞ കാര്യം ആ ഒരു കോപ്പിറൈറ്റ് ഇല്ലാത്ത ഇമേജസ് ഡൗൺലോഡ് ചെയ്യുന്ന വീഡിയോ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പുതിയതായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതേപോലെ നിങ്ങൾക്ക് ഇനിയും പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ.